കേസുകൾ കൂടുമ്പോഴും ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്ന ഇതുവരെ കണ്ടെത്താനായില്ല. അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളായ 5 പേരെ തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂർ പോലീസും തുമ്പ പോലീസും കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിന് അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു. അർജുൻ ആയങ്കി വലിയ കാര്യമല്ല എന്നും പോലീസ് നോക്കിക്കൊള്ളുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. പക്ഷെ വലിയൊരു മനുഷ്യവേട്ടയാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ നടന്നത്. അതൊന്നും എനിക്കറിയില്ല. അത് പോലീസിൻ്റെതായ രീതിയിൽ അതൊക്കെ ചെയ്യും. നാട്ടിലിറങ്ങി എത്ര ഗുണ്ടകൾ ആളുകളെ ചീത്ത വിളിക്കും, ആളുകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? പോലീസ് അവർക്കൊരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. സജോ ദേവസ്യം റാഹിസ് റഷീദും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം സജോയിലേക്കാണ്. സജോ, ആദ്യം ഈ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു, നിനക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോളൂ എന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നു. പിന്നീട് ഫേസ്ബുക്കിലൂടെ നിരന്തരം ഭീഷണികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നാണ്. ഇങ്ങനെ ഒരു തുടർ പ്രകോപനം എന്തുകൊണ്ടാണ് ആയങ്കിയുടെ ഭാഗത്തു നിന്ന്? മാധു, അതായത് ഇക്കാര്യത്തിൽ അർജുൻ ആയെങ്കിലും പണി ചോദിച്ചു വാങ്ങുന്നു എന്ന് പറയേണ്ടി വരും. കാരണം തുടർച്ചയായ പ്രകോപനം ഏതായാലും ഇക്കാര്യത്തിൽ ഉചിതമാണ് എന്ന് കരുതുക വയ്യ. അതായത് ഈ കേസുകളുടെ അർജുൻ ആയെങ്കിക്ക് മുൻപ് പല കേസുകളുടെയും പശ്ചാത്തലമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതിലേക്ക് നയിച്ച കേസുകളുടെ തുടക്കമെടുത്ത് പരിശോധിച്ചാൽ അത് വളരെ തിടുക്കപ്പെട്ട് പിടികൂടേണ്ട ഒരു കേസല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ എന്നിട്ടും അർജുൻ ആയെങ്കിൽ ഇങ്ങനെയുള്ള പ്രകോപനം തുടർച്ചയായി, അതായത് ആദ്യം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ ഭീഷണി തുടർച്ചയായി ഉന്നയിക്കുന്നു. അതിനുശേഷം പോലീസിനെ പരിഹസിക്കുന്നു. പിന്നാലെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, കഴിയുമെങ്കിൽ പിടിക്ക് എന്ന് പറഞ്ഞ് പോലീസിനെ ആകെ, സംവിധാനത്തെ ആകെ പരിഹസിക്കുന്നു. അപ്പോൾ ഓടിച്ചിട്ട് പിടിക്കാനുള്ള എല്ലാ പണിയും എടുക്കേണ്ട ഒരു ബാധ്യത പോലീസിന് വന്നു ചേർന്നു എന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ കോതമംഗലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചു. അവിടെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നൊരു കേസാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു കേസ് ഈ സംഭവങ്ങളുടെ തുടക്കത്തിലില്ല. അതിനു മുമ്പ് മറ്റു പല ക്രിമിനൽ കേസിലും അർജുൻ ആയങ്കി പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണം അതല്ല. കോതമംഗലത്തെ കേസും അതിനുശേഷം പോലീസ് നടപടിയെ വിമർശിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചുമൊക്കെ നടത്തിയ പ്രതികരണങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ കേസുകളാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അങ്ങനെ ആണ് അർജുൻ ആയെങ്കിൽ പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴി ഇതേ വെല്ലുവിളി തുടരുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു കേസ് കൂടി ആലുവ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരാതികൾ വരുന്നതിന്റെ ഒക്കെ പുതിയ കേസുകൾ നിയമസാധ്യത അനുസരിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതുകൂടി കാണണം. മുഖ്യമന്ത്രിയെ പരിഹസിച്ചിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപം, അപമാനിക്കൽ, അതുകൂടാതെ അതുവഴി സ്പർദ്ധ പ്രചരിപ്പിക്കൽ, IT ആക്ട് പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ എന്ന് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അതിലും, അതായത് ജാമ്യമില്ലാ കുറ്റങ്ങൾ അതിലുമുണ്ട് പുതിയ കേസ് ആലുവ സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മറ്റ് കേസുകളും. അങ്ങനെ ഒരു വിഷയത്തിൽ ഒന്നിലധികം കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെ ഇതിനകം രജിസ്റ്റർ ചെയ്തു. അപ്പോഴാണ് കാടടച്ചുള്ള ഒരു തിരച്ചിലിലേക്ക് പോലീസിന് കടക്കേണ്ടി വന്നത്. ഇത്ര വിപുലമായി ഇത് ചർച്ചയാവുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി അർജുൻ ആയങ്കി തന്നെ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുകയും ആ പ്രകോപനത്തിന് തുടക്കമിടുകയും ചെയ്തു. പിന്നാലെയാണ് വ്യാപകമായ പരാതി ഉണ്ടായത്. പിന്നീട് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ അർജുൻ ആയങ്കിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിനായി രൂപീകരിക്കുന്നു. അത് പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഈ പ്രകോപനം അർജുൻ ആയങ്കി തുടർന്ന്. തനിക്കെതിരെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വേട്ടയാടുന്നു എന്ന് ആരോപിച്ചാണ് അർജുൻ ആയങ്കി ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക. അതിനിടെ താനിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലുണ്ട്, തൃശ്ശൂർ വടക്കുന്നാഥിന്റെ മുന്നിൽ ഒരു മരത്തിന് ചുവട്ടിലുണ്ട് എന്ന് തുടങ്ങി സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ പോസ്റ്റുകളുടെ കുത്തൊഴുക്കാണ്. പക്ഷേ അർജുൻ ആയങ്കിയെ കൃത്യമായി അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളായ നിരവധി പേർ ഇതിനു മുൻപും പിടികൂടിയിരുന്നു. നേരത്തെ കൊച്ചിയിൽ സുഹൃത്തുക്കൾ ഇയാൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നു. അവരെ പിടികൂടി. ഇയാളുടെ സഹോദരനെ തൃശ്ശൂരിൽ നിന്ന് പിടികൂടി. അങ്ങനെ കൂട്ടാളികളുടെ ഒരു സംഘത്തെ തന്നെ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പക്ഷേ സജോ, ഇപ്പൊ നോക്കൂ, അടിയെങ്കിൽ അടി, കയറെങ്കിൽ കയറ് എന്ന നിലയ്ക്കാണ് ഈ നിലവിൽ അർജുൻ ആയങ്കി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ എന്തെങ്കിലും തരത്തിൽ പോലീസ് നടപടി ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ട് ഇപ്പം മറ്റു പല നേതാക്കളും, മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ചില പിന്തുണ അങ്ങനെ ഈ വെടിവെച്ചിടും എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അത് നിയമപരമായി നേരിടാം എന്ന് പറഞ്ഞവർ തന്നെയുണ്ട്. മാധു, അതായത് ഈ വെടിവെക്കുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ യഥാർത്ഥത്തിലുള്ള പശ്ചാത്തലം കൂടി നോക്കേണ്ടതാണ്. അതായത് അർജുൻ ആയങ്കി സവിശേഷ സാഹചര്യം ഉണ്ടായാൽ
വെടിവെക്കും എന്ന് പറയാൻ അതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത അർജുനായങ്കിക്ക് ഒരുങ്ങി കിട്ടിയോ എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ക്രിമിനൽ സംഘത്തിലുള്ള ആളുകൾ മാത്രമല്ല, മറ്റു ചില രാഷ്ട്രീയ നേതാക്കൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിന്, അതായത് ആ സാധ്യത ഉപയോഗിച്ച് അർജുനായങ്കിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ ഒരു സാഹചര്യം ഈ കേസിൽ ആവശ്യമായിരുന്നോ എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതേതായാലും പോലീസ് തന്നെ അക്കാര്യം വിശദീകരിക്കേണ്ടതാണ്. അതായത് അർജുനായങ്കി എന്ന വ്യക്തിക്കെതിരെ നിരവധി ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സ്വർണ്ണക്കടത്ത്, പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട കേസുകളും ആരോപണങ്ങളും ഉണ്ട്. പല ഏജൻസികളും ചോദ്യം ചെയ്തതാണ്. അതല്ലാതെയും നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ, കേസുകളുമായൊക്കെ ബന്ധപ്പെട്ട പശ്ചാത്തലം ഇയാൾക്കുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലെ കേസ് എന്നത് കോതമംഗലത്ത് ഒരു റിസോർട്ടിൽ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നൊരു കേസാണ്. അതിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ ജാമ്യം ലഭ്യമാകാതെ റിമാൻഡിലേക്ക് പോകുന്നു. പിന്നീടാണ് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ആണ് ഈ SHOയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള നിരന്തരമായ സന്ദേശങ്ങൾ പങ്കുവെക്കുന്നത്. അതിൽ കേസ് വന്നു. പിന്നാലെയാണ് ഭീഷണി തുടങ്ങിയത്. അപ്പോൾ ഒരു സാധ്യതയായി ഇത് അർജുനായങ്കി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതായത് കേസിന് ഫണ്ട് തനിക്ക് തരണം എന്നൊക്കെയുള്ള ഒരു സാധ്യതയായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതല്ല താൻ മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ, അങ്ങനെ ഒരു വിസിബിലിറ്റി അർജുനായങ്കിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ സംഘം മുൻപും സോഷ്യൽ മീഡിയ വിസിബിലിറ്റിയെ കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സമയത്താണെങ്കിലും അതിനു മുൻപും പ്രധാനപ്പെട്ട ചില ക്രിമിനൽ ഗ്യാങ്ങുകളുമായി തങ്ങൾക്ക് അടുപ്പമുണ്ട്, അതായത് കൊടിസുനി അടക്കമുള്ള കൊലക്കേസിലെ കുറ്റവാളികളുമായി അടുപ്പമുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിനടക്കം യാതൊരു മടിയുമില്ലാതെ ഇത്തരം ചില ക്രിമിനൽ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി സൃഷ്ടിച്ചെടുത്ത ഇത്തരം ചില ഇമേജുകളെ ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. സമാന സാധ്യതയായി ഇതിനെ പ്രയോജനപ്പെടുത്താൻ സമാന രൂപത്തിൽ ഇത്തരമുള്ള ചില ആക്ടിവിറ്റി അല്ലെങ്കിൽ ദുരൂഹമായ പ്രവർത്തനങ്ങൾക്കും മറ്റും, അല്ലെങ്കിൽ ഇത്തരം വിസിബിലിറ്റിയെ ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും മുൻപ് ഇതേ സംഘം അർജുനായങ്കിയുടെ സംഘവും ഒക്കെ പ്രയോജനപ്പെടുത്തിയ ചരിത്രമുണ്ട്. മുൻപ് പലപ്പോഴും കണ്ണൂരിലെ ഒരു വിഭാഗം DYFI നേതാക്കളോട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടിയ ചരിത്രമടക്കമുണ്ട്. അന്ന് വിമർശനം ഉന്നയിച്ച മനു തോമസിനെതിരെ പരസ്യമായി യുദ്ധം നയിക്കുന്നു. അന്ന് മനു തോമസ് സംഘടനയ്ക്കകത്തുള്ള ആളാണ് എന്ന് തുടങ്ങി സമൂഹ മാധ്യമ വിസിബിലിറ്റി പല രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അർജുനായങ്കി. അപ്പോൾ സമാന സാധ്യതയായി ഇതിനെയും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. യെസ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും പരസ്യമായി ഈ അർജുനായങ്കിയുടെ ഏറ്റവും അവസാനത്തെ പോസ്റ്റിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുകയും ചെയ്യാം എന്നതാണ്. അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ഞാനും എന്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടച്ച കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ശേഷം ഞാൻ നിരപരാധിയെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട അണിക്കും, ഒരു ഉമ്മ തരും എന്നുള്ളതായിരുന്നു ഒരു പോസ്റ്റ്. റാഹിസ് റഷീദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. റാഹിസ, ഈ അർജുനായങ്കിയെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി അർജുനായങ്കിയുടെ സുഹൃത്തുക്കളിലേക്കും പോലീസ് എത്തപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ അരിച്ചുപെറുക്കി പരിശോധനയാണ്. തിരുവനന്തപുരത്ത് നിന്ന് 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മധു, പോലീസിന് അർജുനായങ്കിയെ മൂവ്മെന്റ് സംബന്ധിച്ച് വലിയ വിവരങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അർജുനായങ്കിയുമായി ബന്ധമുള്ള 5 സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് 2 സ്റ്റേഷനുകളിലായി വീടുകളിൽ പോയി നിന്ന് എടുത്ത് ചോദ്യം ചെയ്യുന്നത്. 3 പേർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനും 2 പേർ തുമ്പ പോലീസ് സ്റ്റേഷനിലുമാണ് ഉള്ളത്. അവർ അർജുനായങ്കിയുമായി മുമ്പ് ബന്ധമുള്ള ആളുകൾ എന്ന നിലയിലാണ് അവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ പ്രാഥമികമായി പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ 5 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ആളുകളെ കസ്റ്റഡി എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷേ ഇവർ അർജുനായങ്കിയുമായി തിരുവനന്തപുരത്ത് അർജുനായങ്കി വരുന്ന സമയത്ത് അർജുനായങ്കിയുമായി ബന്ധമുള്ള ആളുകളാണ്, പല മേഖലയിലുള്ള ആളുകളാണ്, വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരം അർജുനായങ്കി എവിടെയുണ്ട് എന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ 5 പേരെയും വീടുകളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പേരിൽ ഒരാൾക്കാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. തുമ്പ പോലീസും 2 പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പോലീസിന്റെ വല പൊട്ടിച്ച് അർജുനായങ്കി പോകുന്ന സമയത്ത് എന്തെങ്കിലും സഹായം ചോദിച്ച് വിളിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ, മറ്റ് സ്ഥലത്തെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നീ വിവരങ്ങളാണ് തിരുവനന്തപുരത്തെ പോലീസ് ചോദ്യം ചെയ്യുന്ന 5 യുവാക്കളോടും ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അവരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം പറഞ്ഞുവിടാനുള്ള സാധ്യതകളുണ്ട്. അവർക്കൊരു ബന്ധവും ഇതുമായിട്ടില്ല എന്നാണ് പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും
അർജുൻ ആയങ്കി എവിടെയുണ്ട് എന്നറിയാനുള്ള അന്വേഷണം നടത്തുമ്പോൾ അർജുൻ ആയങ്കിയുമായി ഏതെങ്കിലും ബന്ധത്തിലുള്ള ആളുകളെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നു, വിവരങ്ങൾ തേടുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ 5 പേരെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മധു. ശരി, റൈസ് റഷീദ്, അതിനോടൊപ്പം തന്നെ ഈ ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ജനാധിപത്യമാണ് എന്നത് അർജുൻ ആയങ്കി ഓർമ്മിപ്പിക്കുന്ന സമയത്ത് തന്നെ നിയമം എല്ലാവർക്കും സമമാണ്, അതിൽ തെറ്റുതിരുത്തലും ഉണ്ടാകണം, നീതിയും നടപ്പിലാക്കണം. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ തികയാതെ വരും മിസ്റ്റർ മിനിസ്റ്റർ എന്നൊരു പോസ്റ്റാണ് ആകാശ് തില്ലങ്കേരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആകാശ് തില്ലങ്കരിയെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന പ്രത്യേകിച്ച് കണ്ണൂർ ബേസായിട്ടുള്ള ഇടതു പ്രൊഫൈലുകൾ ഈ തരത്തിലുള്ള പിന്തുണ അർജുൻ ആയങ്കിക്ക് നൽകുന്നുണ്ട്. പ്രധാനമായും അതിനവർ പറയുന്നത് അർജുൻ ആയങ്കിയെ വെടിവെച്ച് കൊല്ലാനുള്ള നീക്കമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. ആകാശ് തില്ലങ്കരിയുടെ പോസ്റ്റിലും അതൊരു കോട്സിട്ട് വെടിവെച്ച് കൊല്ലാൻ പോകുന്നു എന്ന തരത്തിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാർത്ത എവിടെ നിന്ന് വന്നു? നമ്മൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ പോകുന്നു എന്ന തീരുമാനമൊന്നും ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല എന്നാണ് അൺഒഫീഷ്യലായി അവരോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതോ ഒരു മാധ്യമത്തിൽ അത് സംബന്ധിച്ച് ഒരു വാർത്ത വന്നതല്ലാതെ മുട്ടിന് താഴെയോ മുട്ടിന് മുകളിലോ ഒന്നും അർജുൻ ആയങ്കിയെ കണ്ടാൽ വെടിവെക്കാനുള്ള തീരുമാനമൊന്നും ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ ഓഫീസറോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ വെടിവെക്കാനുള്ള അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നത് കൂട്ടിപ്പിടിച്ച് അർജുൻ ആയങ്കിയെ ചേർത്ത് പിടിക്കാൻ ആകാശ് തില്ലങ്കരി അടക്കമുള്ള കുറെ പ്രൊഫൈലുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയും ചെയ്യാം. സജോ ദേവസ്യം ഒപ്പം റാഹിസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. 3 പേരാണ് തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലായിരിക്കുന്നത്. അർജുൻ ആയങ്കി എവിടെ എന്നത് സംബന്ധിച്ച് അരിച്ചുപെറുക്കിയുള്ള പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. തൃശൂരിൽ വ്യാപകമായ പരിശോധനയാണ്. പക്ഷേ റഹീസ് പറഞ്ഞതുപോലെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലീസ് സംവിധാനത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.